റിഫ്ലക്സ് ടെക് വേൾഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു 2.1 ആംപ്ലിഫയർ ആണ്. നമ്മൾ ഈ 2.1, 5.1 എന്ന് പറയുന്ന വീഡിയോകളെല്ലാം വ്യത്യാസമായിട്ടാണ് ചെയ്യണത്. ഒരേപോലത്തെ ആംപ്ലിഫയറുകളല്ല, പല വാട്ട്സിലും പല രീതിയിലുള്ള ആംപ്ലിഫയറാണ് ചെയ്യണത്. അതുകൊണ്ട് 2.1 എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നും 2.1 ചെയ്യണ്ടല്ലോ എന്ന്. അങ്ങനെയല്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വ്യത്യാസമായിട്ടാണ് ചെയ്തത്. ഇതിലും ആ രീതിയിലുള്ള വ്യത്യാസമായിട്ടാണ് നമ്മളൊരു 2.1 നല്ല ഹെവി ആയിട്ട് ഒരു ആംപ്ലിഫയർ ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ചാനലുകളിൽ സ്ഥിരം നമ്മൾ പവർടെക്കിൻ്റെ ചാനലിന് ഉപയോഗിക്കുന്ന തോഷിബ 5200-1943 വരുന്ന 8 ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള 2 ചാനലാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. സബ്വൂഫറിന് വേണ്ടിയാണ് നമ്മൾ ഈ പ്രാവശ്യം ചെറിയൊരു വ്യത്യാസം വരുത്തിയിരിക്കുന്നത്. RBLൻ്റെ ബോർഡാണ്, അത് RBL ODS നിന്ന് ഇറക്കുന്ന ക്ലാസ് D ആംപ്ലിഫയർ ആണ്, മോസ്പെറ്റ് ആണ്. അതുകൊണ്ട് ഏകദേശം 400 വാട്ടാണ് പറയുന്നത്. 55-055 നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഏകദേശം 400 വാട്ടിൻ്റെ അടുത്ത് ഒരു 4 ohms കിട്ടുന്നതായിരിക്കുന്നു. മോസ്പെറ്റ് ആയതുകൊണ്ട് നല്ല രീതിയിലുള്ള ബേസാണ്, നല്ല സോഫ്റ്റ് ബേസാണ്. മോസ്പെറ്റിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ബേസ് വളരെ സോഫ്റ്റ് ആയിരിക്കും, ട്രാൻസിസ്റ്റർ പോലെയല്ല, സോഫ്റ്റ്നെസ് കൂടുതലാണ് മോസ്പെറ്റിന്. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് D ആംപ്ലിഫയർ മോസ്പെറ്റിൽ എടുത്തത്. അതുകൂടാതെ BT ബോർഡ് നമ്മൾ സ്ഥിരം യൂണിവേഴ്സിൽ ഉപയോഗിക്കുന്നു. UPS വെച്ചുള്ള IC-ആണ് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ബോർഡാണ് എടുത്തിരിക്കുന്നത്. സബിൻ്റെ പ്രീ ബോർഡ്, അതായത് സബിൻ്റെ ഫിൽറ്റർ ബോർഡ് നമ്മൾ എടുത്തിരിക്കുന്ന RBL ODS-ൻ്റെ തന്നെയാണ്. നമ്മുടെ SMD ടൈപ്പുള്ള കമ്പോണൻ്റ് ആയിട്ടുള്ള സബ് പ്രീ ബോർഡാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ ഇൻപുട്ടിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഒപ്റ്റിക്കലും കൊയാക്സിലും വരാവുന്ന ഒരു ഡീകോഡറാണ് ഈ പ്രാവശ്യം എടുത്തിരിക്കുന്നത്. സ്റ്റീരിയോ ഔട്ടാണ് അതിന് വന്നിരിക്കുന്നത്. അതിനകത്ത് ഒപ്റ്റിക്കലും കൊയാക്സിലും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പീക്കർ പ്രൊട്ടക്ഷനൊക്കെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന പവർടെക്കിൻ്റെ തന്നെയാണ്. പിന്നെ പവർ സപ്ലൈ ബോർഡും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തന്നെ പവർ സപ്ലൈ ബോർഡിലാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. ടൊറോയ്ഡ് ട്രാൻസ്ഫോമർ നമ്മൾ തന്നെ പറഞ്ഞ് നമ്മുടെ പേരിൽ ചെയ്യിപ്പിക്കുന്ന ടൊറോയ്ഡ് ട്രാൻസ്ഫോമറാണ് ഈ പ്രാവശ്യം എടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ബോർഡുകൾ. പിന്നെ ഈ ബോർഡിൽ വന്നിരിക്കുന്നത് ഫ്രണ്ട് പാനലിൽ വന്നിരിക്കുന്നത് മാസ്റ്റർ ഓളി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് ചാനലിൽ സബ്വൂഫറിൻ്റെ ഓളിയും നമുക്ക് ഒരേ സമയം കൂട്ടുവാനും കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ ഇതിനകത്ത് ട്രിബിൾ ബേസ്, ഈ ട്രിബിളും ബേസും ലെഫ്റ്റ് റൈറ്റ് ചാനലിൽ മാത്രമാണ്. പിന്നെ ലെഫ്റ്റ് റൈറ്റ് ചാനലിൻ്റെ ഒരു ഓളിയും സബിൻ്റെ ഓളിയും, ഇത്രയൊക്കെയാണ് കൺട്രോളുകൾ വന്നിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ഒരു സെലക്ടർ സ്വിച്ചാണ്, 2 ഓക്സിലറി USB HDMI സെലക്ട് ചെയ്യാനുള്ള ഒരു സെലക്ടർ സ്വിച്ച്. അതുകൂടാതെ USB ഒരു സ്ലോട്ട് വന്നിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു പവർ ഓൺ സ്വിച്ച് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നു. പുറകുവശം വന്നിരിക്കുന്നത് ഫുൾ അക്രിലിക് പാനൽ തന്നെയാണ്. അതിനകത്ത് നമ്മൾ RCA തന്നെയാണ് ആൻറ്റിന ഔട്ട് കൊടുത്തിരിക്കുന്നത്. 2 ഓക്സിലറി ഇൻപുട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഒപ്റ്റിക്കലും കൊയാക്സിലുള്ള ഡിജിറ്റൽ ഇൻപുട്ടിനുള്ള കണക്ട് ചെയ്യാനുള്ള സോക്കറ്റ്. സ്പീക്കർ ഔട്ടുകളെല്ലാം നമ്മൾ ഹെവി ആയിട്ടുള്ള ബനാന സോക്കറ്റിൽ ഗോൾഡ് പ്ലേറ്റഡ് ആണ് കൊടുത്തിരിക്കുന്നത്. സബിൻ്റെ പ്ലസും മൈനസ്, അതുപോലെ തന്നെ ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റിൻ്റെ പ്ലസും മൈനസും ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ 3 പിൻ സോക്കറ്റാണ്, ഫ്യൂസോട് കൂടി ഇൻബിൽഡ് ഫ്യൂസോട് കൂടി വരുന്ന ഒരു 3 പിൻ സോക്കറ്റാണ് ഇതിനകത്ത് പുറകിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയും ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയലും ചെക്ക് ചെയ്ത് നോക്കാം. ഓഡിയോയ്ക്ക് എല്ലാ വീഡിയോയിലും പറയാറുള്ളത് തന്നെ യൂട്യൂബിൻ്റെ കോപ്പിറൈറ്റ് പ്രോബ്ലം വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിലുള്ള സോങ്സിന് ഇതിൻ്റെ ഫിലിം സോങ്സ് ഇട്ടിട്ടുള്ള റീൽസിൽ, ഫേസ്ബുക്കിൽ, അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ ഷോർട്സിലെല്ലാം ഞാൻ കൊടുക്കാറുണ്ട്. നിങ്ങൾ പോയിട്ടൊന്ന് ചെക്ക് ചെയ്യുക. കാരണം പല രീതിയിലുള്ള സോങ്സ് കേൾക്കാൻ റീമിക്സ് ഇടാറുണ്ട്, നോർമൽ മലയാളപ്പാട്ട്, തമിഴ്, ഹിന്ദി ഇതെല്ലാം ഇടാറുണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയലും ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വന്നിരിക്കുന്നത്. ഈ ഭാഗത്ത് നമ്മൾ മൊത്തം പവർ സപ്ലൈ ആണ്, അതായത് ടൊറോയ്ഡ് ട്രാൻസ്ഫോമർ നമ്മൾ എടുത്തിരിക്കുന്നു. നമ്മുടെ തന്നെ പവർ സപ്ലൈ ബോർഡിൽ എല്ലാ പവർ സപ്ലൈയും ഇതെല്ലാം ചെയ്തിരിക്കുന്നു. ടൊറോയ്ഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ്, മെയിൻ വോൾട്ടേജ് കൊടുത്തിരിക്കുന്നത്, അതായത് സബ്വൂഫറിനും ചാനലിനും വേണ്ടി കൊടുത്തിരിക്കുന്നത് 55-055 DC വോൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ 12-012 കൊടുത്തിരിക്കുന്നു. BT ബോർഡിന് വേണ്ടി, സബിൻ്റെ പ്രീക്ക് വേണ്ടി, ഫാനിന് വേണ്ടി ഇതെല്ലാം സെപ്പറേറ്റ് നമ്മൾ പറഞ്ഞ് തന്നെ ചെയ്യിപ്പിക്കുന്നു. നമ്മുടെ പേരിൽ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ടൊറോയ്ഡ് ട്രാൻസ്ഫോമറാണിത്. പവർ സപ്ലൈക്ക് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് സാമ്പ കപ്പാസിറ്ററാണ്. 10,000-ൻ്റെ 63 വോൾട്ടിൽ 4 കപ്പാസിറ്റർ നമ്മൾ മെയിൻ ആംപ്ലിഫയർ സപ്ലൈക്ക് വേണ്ടി മാത്രം എടുത്തിരിക്കുന്നു. പിന്നെ ഡ്യുവൽ സപ്ലൈ നമ്മൾ സബ് പ്രീക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നു. BT ബോർഡിന്, അതായത് ബേസ് ട്രിബിളിന് വേണ്ടിയുള്ള ബോർഡിന് വേണ്ടി കൊടുത്തിരിക്കുന്നു. ഫാനിന് വേണ്ടി മറ്റുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നു. സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ ഡയറക്റ്റ് 12-012 ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് യൂണിവേഴ്സലിൻ്റെ BT ബോർഡാണ്. UPC വെച്ചിട്ടുള്ള നമ്മൾ സ്ഥിരം ചെയ്യുന്ന BT ബോർഡാണ്. സബിൻ്റെ പ്രീ ഉപയോഗിച്ചിരിക്കുന്ന RBLൻ്റെ സബ്വൂഫർ ഫിൽറ്റർ ബോർഡാണ് ഈ കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്ത്. പിന്നെ ഫ്രണ്ട് പാനലിലാണ് നമ്മൾ USB പാനലിൻ്റെ ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത്. പവർടെക്കിൻ്റെ 2.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ.
ഇതും വന്നിരിക്കുന്ന RBLൻ്റെ ആണ്. RBLൻ്റെ നമ്മൾ 400 വാട്ട് ഔട്ട്പുട്ട് കിട്ടാവുന്ന ക്ലാസ് ഡി ആംപ്ലിഫയറാണ് ഈ പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത്. 2 ചാനലിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് തോഷിബ 5200 1943 തന്നെയാണ്. ഇത് 55 നമുക്ക് വാട്ടേജ് കൂടുതൽ കിട്ടും. ഏകദേശം ഒരു 200-250 വാട്ടോളം കിട്ടും. ഇത് ഒറിജിനൽ തോഷിബ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒറിജിനൽ തോഷിബ 5200 1943 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സബ് ഊഫർ ഫിൽറ്ററിലും വന്നിരുന്നത് മോസ്ഫെറ്റ് ആണ്. മോസ്ഫെറ്റ് 260 ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ നമ്മളൊരു ഡിജിറ്റൽ ഇൻപുട്ടിന് വേണ്ടി ഒപ്റ്റിക്കലിനും കൊയാക്സിനും വേണ്ടി ഒരു ഡീകോഡർ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അധികം ക്ലാസ് ഡി അധികം ചൂടാവാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിന് ഫാൻ കൊടുക്കാതിരുന്നത്. ഇതിന് ഹീറ്റ് സിങ്ക് കുറച്ച് വലുതാണ്. അതുപോലെ തന്നെ ഒരു ഫാൻ നമ്മൾ കൂളിംഗ് ഫാൻ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ബനാന സോക്കറ്റിൽ സബ് ഊഫറിൻ്റെ ഔട്ട് ലെഫ്റ്റ് റൈറ്റ്. ഇതിനെല്ലാവരും 0.5 mm വയറാണ് നമ്മൾ ഫിനോലെക്സ് ഉപയോഗിച്ചിരിക്കുന്നത്. പവർ കേബിൾ കുത്താനുള്ള കേബിൾ സോക്കറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് കൂടുതലും ഷീൽഡ് വയറിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കവർ ചെയ്ത് വിട്ടിരിക്കുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ടുകളെല്ലാം ഷീൽഡ് വയറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ താഴെ കൂടെയാണ് വയറിംഗ് എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇൻപുട്ട് ആയാലും ഔട്ട്പുട്ട് ആയാലും സബ് പ്രീയിലേക്ക് പോകുന്നത്, അതുപോലെ തന്നെ BT ബോർഡിൽ നിന്നുള്ളതും എല്ലാം നമ്മൾ ഷീൽഡ് വയറാണ് മാക്സിമം ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഷീൽഡ് വയർ ഉപയോഗിച്ചുള്ള ഗുണം നോയ്സ് കുറവായിരിക്കും. നോയ്സ് കുറവെന്നല്ല, നോയ്സ് ഉണ്ടാവില്ല. നല്ല രീതിയിലുള്ള എർത്തിങ്ങും കാര്യങ്ങളാണെങ്കിൽ ഒട്ടും നോയ്സ് വരില്ല. നമുക്ക് നല്ല സൈലൻ്റ് ആയിട്ട് തന്നെ ആംപ്ലിഫയർ വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും. ഇത്രയൊക്കെയാണ് ആംപ്ലിഫയറിൻ്റെ ഉൾവശം വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് TVയുടെ കൊയാക്സിൽ വഴിയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് TVക്ക് ഒപ്റ്റിക്കലില്ല, കൊയാക്സിൽ വഴി നമ്മൾ കൊടുത്ത് ആംപ്ലിഫയറിൻ്റെ കൊയാക്സിൽ ഇൻപുട്ടിൽ കണക്ട് ചെയ്തു. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഇന്റീരിയലും കണ്ടിരിക്കും, അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റി കേട്ടിരിക്കും. പിന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ മാക്സിമം വാട്സപ്പ് ചാറ്റ് ഒഴിവാക്കുക. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് വാട്സപ്പിൽ കൂടെ നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒരു വില വിവരങ്ങൾ മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. ഫുൾ ഡീറ്റെയിൽ അറിയാനായിട്ട് നിങ്ങൾ IMO കോൾ, വാട്സപ്പ് കോൾ, നോർമൽ കോൾ വിളിക്കാൻ നോക്കാം. പിന്നെ ഇതിൻ്റെ എല്ലാ വില വിവരങ്ങളും എന്തൊക്കെ നമ്മൾ ബോർഡുകൾ ഉപയോഗിച്ചിരിക്കുന്നു, എന്തൊക്കെ ഔട്ട്പുട്ടുകൾ, എന്തൊക്കെ ഇൻപുട്ടുകൾ, ഇതിൻ്റെ വില വിവരങ്ങൾ അല്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്ക് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലുള്ള. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.